സൺറൈസേഴ്സ് വേഴ്സസ് ഗുജറാത്ത് മാച്ചിൽ അങ്ങനെ ഗുജറാത്ത് ജയിച്ചിരിക്കുകയാണ്. ഈ കളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ഉറപ്പേ, അതായത് ഗുജറാത്ത് എന്ന് പറഞ്ഞ ടീമിനെ അധികം അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയലെന്ന് ഇതോടെ തീരുമാനമായിട്ടുണ്ട്. ഗുജറാത്ത് ആദ്യം 6ാം സ്ഥാനത്തോ 7ാം സ്ഥാനത്ത് നിന്ന ടീമാണ്. അതായത് അവർക്ക് കിട്ടിയ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പഞ്ചാബുമായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, RCB ആയിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ആയിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സൺറൈസേഴ്സ് ആയിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു. ഈ ബാക്കി 4 ടീമിനെ ഇവർ തോപ്പിച്ചത് ഇപ്പോൾ ടേബിൾ ടോപ്പർ ആയിരിക്കുകയാണ്. അത് ഈ സ്ക്വാഡിലോട്ട് ഇവർ വേറെ ആരും ആഡ് ചെയ്തില്ല, ജേസൺ ഹോൾഡറിനും അങ്ങോട്ട് ആഡ് ചെയ്തു. ജേസൺ ഹോൾഡർ ഈ ടീമിൽ വന്നതിന് ശേഷം നല്ലൊരു ബാലൻസ് ആണ് ഈ ടീമിന് കൊടുത്തിരിക്കുന്നത്. അതായത് പുള്ളി വന്നതിന് ശേഷം ഒരു മാച്ച് പോലും ഗുജറാത്ത് തോറ്റിട്ടില്ല. അതായത് പുള്ളിക്ക് ഇന്ന് എടുത്ത സ്കോർ തന്നെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 169 സംതിങ് അങ്ങനെ എടുത്തിട്ടുള്ളൂ. വളരെ അത്രയും വലിയ സ്കോറൊന്നുമല്ല, പക്ഷേ അത് അവർ അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ എടുത്തു പറയേണ്ടത് ശുഭങ്കിലിൻ്റെ ക്യാപ്റ്റൻസിയും നല്ല രീതിയിലുള്ള ക്യാപ്റ്റൻസിയും കൂടെ ഉണ്ട്. അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും കാണാതെ പോകുന്ന ഒരാളുടെ പെർഫോമൻസ് ആണ്, അത് വാഷിംഗ്ടൺ സുന്ദർ അത്യാവശ്യം നല്ല രീതിയിൽ മിക്ക മാച്ചസും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഇച്ചിരി അണ്ടർ റേറ്റഡ് ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ആരും കാണാത്ത പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും നല്ല മാച്ചായിരുന്നു കണ്ടത്. അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ടേബിൾ ടോപ്പർ ആയിരിക്കുകയാണ്.